ഇന്ന് രാവിലെ പമ്പിലെത്തിയപ്പോൾ കണ്ട ഒരു കാഴ്ച കേട്ടോ, ഒരു കിളിക്കുഞ്ഞിനെ കിട്ടി 3 എണ്ണത്തിന്. അപ്പം ഇതിന്റെ തള്ളക്ക് കൊടുക്കാൻ വേണ്ടി ഞാനും ബദറും കൂടി ഇതിനെ ഒരു ബോക്സിലാക്കി വെച്ചിട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടപ്പോൾ ഒരു ബംഗാളി ഉണ്ട് വേറെ ഒന്നിനെ പിടിച്ചോണ്ടുവരുന്നു. അവന്റെ കയ്യിൽ നിന്ന് അത് ചാടി ഓടിട്ടോ. ഓടുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ഒരു പരിചയമില്ലാത്ത ഒരു ഒമാനി എനിക്ക് കൊണ്ടുതന്ന ഒരു ഗിഫ്റ്റ് എന്നൊരു വാച്ച് കേട്ടോ. അപ്പൊ ഇതിന്റെ ടൈമർ റെഡിയാക്കാൻ എത്ര ഐറ്റം സെറ്റ് ചെയ്യാൻ എനിക്ക് അറിയുന്നില്ല കേട്ടോ. 4 സൈഡിലും സ്വിച്ച് ആണുള്ളത്. അപ്പൊ അത് റെഡിയാക്കാൻ വേണ്ടി ഇന്ന് സൂക്കിലോട്ട് ഇറങ്ങി കേട്ടോ. സൂക്കിൽ ഇറങ്ങുമ്പോൾ തന്നെ കണ്ട കാഴ്ച കണ്ടോ, നമ്മളെ വീടിന് മുമ്പിലുള്ള ഈ മരത്തുമ്പിൽ എന്തോ ഒരു പക്ഷികളാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കണ്ട് നേരെ സൂക്കിലോട്ട് നടന്നിട്ടോ. പോകുന്ന വഴിക്ക് ഒരു ബംഗാളി ഒരു കൊച്ചിനെ പിടിച്ച് നടന്നുകൊണ്ടോ. പിന്നെ ഒരു പാകിസ്ഥാനി സുഹൃത്തിനെ കണ്ട് പിന്നെ ഓനായിട്ട് കുറച്ച് തന്നെ വർത്താനൊക്കെ പറഞ്ഞ് സൂക്കിലോട്ട് നടന്നിട്ടോ. വേറെ ഒരാളെ കാണാൻ വേണ്ടിയിട്ടോ. അപ്പം മസ്കറ്റ് ബാങ്കിന് മുമ്പിൽ ഉണ്ടാവും പറഞ്ഞാൽ ഞാൻ അങ്ങോട്ടാട്ടോ പോയത്. പോകുന്ന വഴിക്ക് പുള്ളി ഏതായാലും ATM ഉണ്ടായിരുന്നു. പുള്ളീൻ്റെ ഒരു സുഹൃത്തും കൂടി ഉണ്ടായിരുന്നു. രണ്ടാളായിട്ട് കുറച്ചു നേരം വർത്താനം പറഞ്ഞ് നേരെ ഞങ്ങൾ പള്ളിയിലോട്ട് പോയിട്ടോ. പള്ളിയിലൊക്കെ പോയി ഇറങ്ങി വാച്ച് ഞാൻ ഷെരീഫ് ഖാൻ്റെ കൈ കൊടുത്തത്. ഷെരീഫ് ഖാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറെ തിരിച്ച് നടക്കൂല എന്നാണ്. അങ്ങനെ ഏതായാലും ഒരു പാകിസ്ഥാനിന്റെ കടയിലോട്ടാട്ടോ വാച്ചും കൊണ്ടുപോയത്. ഓനെ ഏതായാലും ഒരു മെഷീൻ്റെ മുകളിൽ വെച്ച് ടൈമൊക്കെ റെഡിയാക്കി തന്നു. പിന്നെ ഞാൻ നേരെ ഗുജറാത്തി ഹോട്ടലിലോട്ടോ പോയത്. അവിടെ നല്ല ചപ്പാത്തി, ചുട്ട ചപ്പാത്തിയും സബ്ജിയൊക്കെ കഴിക്കാണ്ടായിന്. കയറുമ്പോൾ തന്നെ ഒരു ഒമാനി കൂട്ടുകാരനെ കണ്ട്, യാസിന്. ഓനായിട്ട് സലാമൊക്കെ കൊടുത്ത് നേരെ ഭക്ഷണം കഴിച്ച് ഞാൻ നേരെ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പമ്പിലോട്ടാണ് നേരെ പോയത്. പമ്പിൽ ചെറിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോയിട്ടോ.